നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും നന്നായിട്ട് കായ്ക്കുന്ന മുരിങ്ങയുടെ കമ്പുകൾ നോക്കി വീട്ടിൽ കൊണ്ടുവന്ന് നട്ടു വളർത്താറുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു രീതിയിൽ നമ്മുടെ ഈ ഒരു മുരിങ്ങ വളരുകയോ കായ്ക്കുകയോ ഒന്നും ചെയ്യാറില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഈ കമ്പ് നടുന്ന രീതിയും അതുപോലെ തന്നെ വളപ്രയോഗവും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇനി മുരിങ്ങ നടുമ്പോൾ അത് നന്നായിട്ട് വളർന്നു വരാനും നല്ല രീതിയിൽ തന്നെ കായ്ഫലം തരാനും ഒക്കെ നമ്മൾ തുടക്കം തൊട്ടേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുരിങ്ങ നമുക്ക് കമ്പ് നട്ടും അതുപോലെ വിത്ത് മുളപ്പിച്ചും നടാവുന്നതാണ്. കമ്പ് നടുകയാണെങ്കിൽ അതിന് പറ്റിയ ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് ഒരു മെയ് മാസം പകുതിയോടു കൂടിയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ മുരിങ്ങ നടുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും. അതുപോലെ മൂത്ത മുരിങ്ങയുടെ ഉള്ളിലെ വിത്തെടുത്ത് അത് ഉണക്കി പാകി മുളപ്പിച്ച് നടാവുന്നതാണ്. വിത്ത് നട്ടാണ് നമ്മൾ പിടിപ്പിക്കുന്നതെങ്കിൽ വിത്ത് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം വേണം നടാനായിട്ട്. അത് കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ സുഡോമോണക്സ് ലായനിയിലോ ഒന്ന് ഇട്ട് വെച്ചതിന് ശേഷം വേണം വിത്ത് നമ്മൾ പാകാനായിട്ട്. ഏറ്റവും ആദ്യം നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഭാഗം വേണം നമ്മൾ മുരിങ്ങ നടാനായിട്ട് സെലക്ട് ചെയ്യാനായിട്ട്. നല്ല രീതിയിൽ അടിവളമൊക്കെ കൊടുത്തതിന് ശേഷം വേണം നടാനായിട്ട്. ജൈവവളത്തോടൊപ്പം മേൽമണ്ണും മിക്സ് ചെയ്ത് കുഴി നിറച്ചതിന് ശേഷം നമുക്ക് കമ്പ് നടാവുന്നതാണ്. കമ്പ് നട്ടതിന് ശേഷം മുരിങ്ങ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുന്നത് വരെ അത്യാവശ്യം വെള്ളവും കൊടുക്കണം, അതുപോലെ ജൈവവളങ്ങളും കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ജൈവവളം എന്താണോ അത് നമുക്ക് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടമോ കോഴിക്കാഷ്ടമോ കമ്പോസ്റ്റോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എപ്പോഴും വളർച്ചയുടെ ഘട്ടങ്ങളിൽ നമ്മൾ നൈട്രജൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വളങ്ങൾ വേണം കൊടുക്കാനായിട്ട്. മുമ്പൊക്കെ നമ്മൾ മുരിങ്ങയ്ക്ക് കാര്യമായിട്ടുള്ള രീതിയിൽ വളപ്രയോഗം ഒന്നും നടത്താറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ മുരിങ്ങ നന്നായിട്ട് കായ്ക്കണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ വളങ്ങൾ കൊടുക്കണം. കാരണം പല മൂലകങ്ങളും ഇപ്പോൾ നമ്മുടെ മണ്ണിലില്ല. അപ്പം അതനുസരിച്ചിട്ട് നമ്മൾ വളപ്രയോഗം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ മുരിങ്ങയ്ക്ക് കാലവർഷം തുടങ്ങുന്ന സമയത്ത് തന്നെ വളപ്രയോഗം നടത്തണം. വളങ്ങൾ കൊടുക്കുമ്പോൾ ചുവട്ടിൽ നിന്നും ഒരു 2 അടി മാറ്റി ഒരു തടമെടുത്തതിന് ശേഷം വേണം കൊടുക്കാനായിട്ട്. ഈ സമയത്ത് നന്നായിട്ട് തന്നെ നമ്മൾ ജൈവ വളങ്ങൾ കൊടുക്കണം. നമുക്ക് എന്തോരം വളങ്ങൾ കൊടുക്കാൻ പറ്റുമോ അതനുസരിച്ചിട്ട് വളങ്ങൾ കൊടുക്കണം. ഏകദേശം ഒരു 10 കിലോ അളവിൽ വരെ നമുക്ക് വളങ്ങൾ കൊടുക്കാം. അതിൽ പച്ചില വളങ്ങളും കാലിവളങ്ങളും കമ്പോസ്റ്റും എല്ലാം ചേർത്ത് കൊണ്ടുള്ളൊരു വളപ്രയോഗമാണ് നമ്മൾ മുരിങ്ങയ്ക്ക് നടത്തേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് രാസവളങ്ങളും കൊടുക്കാവുന്നതാണ്. വർഷത്തിൽ 2 തവണയായിട്ട് മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 3 മാസത്തിൽ ഒരിക്കൽ 100 ഗ്രാം അളവിൽ വരെ പൊട്ടാഷ് ചേർത്ത് കൊടുക്കണം. മുരിങ്ങയിൽ കൂടുതലായിട്ട് കാണുന്ന പ്രശ്നം ഇലമഞ്ഞളിപ്പാണ്. അതിന് മഗ്നീഷ്യം നമ്മൾ ചേർത്ത് കൊടുക്കണം. വർഷത്തിൽ ഒരു 100 ഗ്രാം അളവിൽ വരെ നമുക്ക് മഗ്നീഷ്യം ചേർക്കാം. അത് 2 ഘട്ടങ്ങളിലായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പൂക്കാനും കായ്ക്കാനും ആവശ്യമായിട്ടുള്ള പോഷക മൂലകങ്ങളെല്ലാം നമ്മൾ വളത്തിലൂടെ കൊടുത്താൽ മാത്രമേ നമ്മുടെ മുരിങ്ങ വളരെ പെട്ടെന്ന് തന്നെ പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുള്ളൂ. പിന്നെ വർഷത്തിൽ 2 തവണയായിട്ട് നമുക്ക് മുരിങ്ങ പ്രൂൺ ചെയ്ത് നിർത്താവുന്നതാണ്. ആദ്യത്തെ ഒരു വിളവെടുപ്പിന് ശേഷം നിർബന്ധമായിട്ടും പ്രൂൺ ചെയ്ത് നിർത്തണം. ഇങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മാത്രമേ ഒത്തിരി ബ്രാഞ്ചസ് വരികയും ആ ബ്രാഞ്ചസിലെല്ലാം തന്നെ നമ്മുടെ മുരിങ്ങ പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുള്ളൂ. പ്രൂൺ ചെയ്യുന്ന കമ്പുകളിലെല്ലാം തന്നെ സാഫ് പോലുള്ള ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് പുരട്ടി കൊടുക്കണം. അതുപോലെ പ്രൂൺ ചെയ്തതിന് ശേഷവും നല്ല രീതിയിൽ വളപ്രയോഗം നടത്തണം. എങ്കിൽ മാത്രമേ പുതിയ തളിർപ്പുകൾ വരുള്ളൂ. മുരിങ്ങയിൽ കാര്യമായിട്ടുള്ള കീടങ്ങളുടെ ശല്യമൊന്നും പൊതുവെ കാണാറില്ല. അങ്ങനെ കീടങ്ങളുടെ ശല്യം ഉണ്ടെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ മുരിങ്ങയുടെ വേരിൻ്റെ ഭാഗം അഴുകി വരുന്നൊരു പ്രശ്നം കാണുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കോപ്രോക്സിക്ലോറൈഡ് ഉപയോഗിക്കാം. കോപ്രോക്സിക്ലോറൈഡ് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെള്ളം കൊടുക്കുന്ന സമയത്ത് ഓവറായിട്ട് മുരിങ്ങയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ വരുമ്പോൾ വേര് ചീയൽ പോലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണാറുണ്ട്. മുരിങ്ങയെ സംബന്ധിച്ച് ഒത്തിരി വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഡ്രമ്മിലൊക്കെ നട്ടിട്ടുള്ള മുരിങ്ങയ്ക്ക് ആണെങ്കിൽ മാത്രം നമ്മൾ ചുവടുണങ്ങുന്നതിനനുസരിച്ചിട്ട് നനച്ചു കൊടുത്താൽ മതി. അല്ലാതെ ഓവറായിട്ട് നമ്മൾ മുരിങ്ങയ്ക്ക്
വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മുരിങ്ങ നടുകയും വളപ്രയോഗം നടത്തുകയും ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് മുരിങ്ങയിൽ കായപിടുത്തം ഉണ്ടാക്കി എടുക്കാനായിട്ട് കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.